സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ വിധിയെഴുത്ത് ഏപ്രിൽ 26-ന്. 20-20 എന്ന UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ BJPക്കെതിരായ യഥാർത്ഥ പോരാട്ടം കാഴ്ചവെക്കുന്നത് ഇടതുമുന്നണിയാണ് എന്ന് LDF വാദിക്കുന്നു. മോദിയുടെ തുടർവരവുകൾ നേട്ടമാകുമെന്നാണ് BJPയുടെ അവകാശവാദം. ജനങ്ങൾക്ക് മുന്നിൽ വിഷയങ്ങൾ നിരവധിയാണ്. ഏത് വോട്ടാകും, ഏത് പാഴാകും, ആര് കളം പിടിക്കും? ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് M. ലിജു, BJPയിൽ നിന്ന് ശങ്കുട്ടി ദാസ്, ഇടത് സഹയാത്രികൻ അൻവർ ഷാ പാലോട് എന്നിവരാണ്. ആദ്യം ലിജുവിലേക്ക്. ലിജു, ഇന്നിപ്പോൾ കെ സുധാകരൻ പറഞ്ഞത്, നേരത്തെ പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് 20-20 നേടും എന്നാണ്. ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം എന്താണ്? കഴിഞ്ഞ തവണ 2019 19 സീറ്റ് ലഭിക്കുന്നതിന് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അന്നിപ്പോൾ UPA ഭരണത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന ഘടകമാകുന്നു. ശബരിമല അടക്കമുള്ള വിഷയങ്ങളും വരുന്നു. പക്ഷേ ഇത്തവണ എന്താണ് ഈ 20-20 ആത്മവിശ്വാസത്തിന് കാരണം? സീറ്റുകളുടെ ആത്മവിശ്വാസത്തിന് കാരണം നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന് ദേശീയ കാഴ്ചപ്പാട് തന്നെ. കേരളം പോലൊരു സംസ്ഥാനത്ത് കേരളത്തിന്റെ ഒരു പൊതുവികാരം തന്നെ BJPക്കും നരേന്ദ്രമോദി സർക്കാരിനും എതിരാണ്. വർഗീയതയ്ക്കെതിരാണ് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ, BJP സർക്കാരിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്നതാണ് എന്നതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വിരുദ്ധമായി അത്തരത്തിൽ മതേതര വോട്ടുകളുടെ ഒരു ക്രോഡീകരണം കോൺഗ്രസ് അനുകൂലമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അപ്പം ഞങ്ങൾക്കാണ് BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്. ഞങ്ങളാണ് BJPയുമായി രാഷ്ട്രീയമായും ആശയപരമായും ഏറ്റുമുട്ടുന്നത്. അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായ അതിശക്തമായ ജനവികാരമാണ്. കേരളം കണ്ട ഏറ്റവും ജനദ്രോഹ സർക്കാർ, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, തകർന്ന ക്രമസമാധാന നില, പിന്നെ പാർട്ടി അണികളുടെ അഹങ്കാരം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അഴിച്ചുവിടുന്ന ഭീകരമായ അക്രമ പ്രവർത്തനങ്ങൾ, ആളുകളെ തല്ലിക്കൊല്ലാൻ പോലും മടിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ പോകുന്നു, ഭരണപരാജയം, ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള വിലക്കയറ്റം, പെൻഷൻ പോലും കൊടുക്കാത്ത സാഹചര്യം. അപ്പൊ ഇങ്ങനെ നിരവധി കാരണങ്ങൾ, ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലവിലിരിക്കുന്നുണ്ട്. മൂന്നാമത് അഴിമതിയാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജനത്തിന് ഈ അഴിമതിക്കെതിരായ വികാരമുണ്ട്. പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയനെതിരായിട്ട് അതിശക്തമായ ജനവികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു വികാരം ഈ സംസ്ഥാനത്തിന്റെ പൊതുവികാരമാണ്. അത് അവരുടെ വർഗീയത ഒരു ഘടകമാണ്. രണ്ട്, അവരുടെ ഭരണത്തിന്റെ യഥാർത്ഥ പാളിച്ചകൾ തിരിച്ചറിയാൻ കഴിയാവുന്ന ഏറ്റവും പ്രബുദ്ധമായ ഒരു സമൂഹം കൂടിയാണ് കേരളം. അതാണ് കേരളത്തിലെ പൊതുവികാരമാണ് എന്ന് ലിജു തുറന്ന മനസ്സോടെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ പൊതുവികാരം പ്രകടിപ്പിക്കുന്നതിൽ ഒരു പടി കോൺഗ്രസിനേക്കാൾ മുന്നിൽ CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ വാദം. അത് പല വിഷയങ്ങളും ന്യൂനപക്ഷത്തിനെതിരായ കേന്ദ്രത്തിന്റെ നിലപാടുകളിൽ, നടപടികളിൽ എടുക്കുന്ന പ്രതിഷേധത്തിലടക്കം ഞങ്ങളാണ് മുന്നിലെന്ന് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ CAക്കെതിരെ പോയിരിക്കുകയാണ്. അതുകൂടാതെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഞങ്ങളാണ് ആദ്യം എന്നുള്ള വിഷയം അവിടെ തർക്കമായി ഇപ്പോൾ കോൺഗ്രസും CPM അല്ലെങ്കിൽ UDFും LDFും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചാമ്പ്യൻ ചെയ്യാൻ ആരാണ് മുന്നിൽ എന്നുള്ള ഇതിലാണോ തർക്കമുള്ളത്? കോൺഗ്രസിന് അക്കാര്യത്തിൽ ലീഗിന് പോലും പല ഘട്ടങ്ങളിലും സംശയമുണ്ടാകുന്ന ചില സമീപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലേ? CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാടുകൾ ആരുടെയും മുമ്പിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തെളിയിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CAA നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിരോധമുയർത്തി സംസാരിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണ്, MP-മാരാണ്. നിങ്ങൾക്ക് ഇപ്പോഴും പാർലമെന്റ് നടപടികളുടെ YouTube വീഡിയോസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീ ശശി തരൂർ നടത്തിയ പ്രസംഗം, അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ശ്രീ KC വേണുഗോപാൽ സംസാരിച്ചത്, ശ്രീ പ്രേമചന്ദ്രൻ സംസാരിച്ചത്, ഇവയൊക്കെ തന്നെ വ്യക്തമായ രീതിയിൽ, ഇപ്പം നമുക്കറിയാലോ ഇന്ത്യൻ പാർലമെന്റിലെ CPM അംഗങ്ങൾ, ഞാൻ പേരെടുത്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെന്താ പറയുന്നിട്ടുള്ളത്, ഇന്ത്യൻ പാർലമെന്റിൽ അവരെന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. രാജ്യസഭയിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് ഒക്കെ വന്നതിന് ശേഷം കുറച്ചെങ്കിലും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ വർദ്ധിച്ചിട്ടുണ്ട്.
ലോക്സഭയിൽ എന്താണ് അവരുടെ സ്ഥിതി എന്താണ്? അപ്പോൾ അതുകൊണ്ട് CAA വിഷയത്തിൽ ഞങ്ങൾക്ക് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, അതിന്റെ തുടർച്ചയായി ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രതികാര നടപടികൾ, ഇതൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളുടെ ഇപ്പൊ കർണാടക ഉദാഹരണമാണ്. കർണാടകത്തിൽ ഞങ്ങൾ BJP പരാജയപ്പെടുത്തി. അവിടെ അവർ ന്യൂനപക്ഷ സംവരണം എടുത്തു കളഞ്ഞു. ഹിജാബ് വിഷയത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വിവിധ ന്യൂനപക്ഷ വിഷയങ്ങൾ അവർ വളരെ പ്രതിലോമപരമായ സമീപനം സ്വീകരിച്ചു. ഞങ്ങളവിടെ കൊട്ടിഘോഷിച്ചൊന്നുമില്ല. അതിന്റെ പേര് വർഗീയതയ്ക്ക് ശ്രമിച്ചില്ല, ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിച്ചില്ല. പക്ഷെ ഞങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ ഏതാണ് ശരിയെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ മതേതര നിലപാടുകൾ സ്വീകരിച്ചു, നീതി ഉറപ്പാക്കി. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് CPM മതന്യൂനപക്ഷങ്ങളെ കേവലം ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവരെ പ്രകടനപരമായ കാര്യങ്ങൾ ഇപ്പൊ കൂടുതൽ അത്തരത്തിൽ ഒരു ശ്രദ്ധ ചെലുത്താറുണ്ട്. പണ്ട് ബീഫ് ഫെസ്റ്റിവൽ ആയിരുന്നു അവരുടെ ഒരു അജണ്ട. ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ പാർലമെന്റ് ഞങ്ങളുടെ MP-മാർ നിലപാട് പറഞ്ഞു. CAA വിഷയത്തിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തി. അത് CPM-നോട് ചേർന്ന് വേണ്ട, കാരണം ഞങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കേരളത്തിന്റെ ഇലക്ട്രൽ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ RSS-നും BJP-ക്കും ഒപ്പം ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ള പാർട്ടി CPM അല്ലേ? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയും വികാസവും തളർച്ചയും പരിശോധിക്കുമ്പോൾ ജനസംഘത്തിനും ജനതാ പാർട്ടിക്കും BJP-ക്കും ഇന്ത്യയിൽ വളരാൻ അവസരം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി CPM അല്ലേ? അവസാനം ആദ്യമായി തന്നെ ഒരു BJP പിന്നിലുള്ള ഗവൺമെന്റ് കോൺഗ്രസിനെ അട്ടിമറിച്ച് ആദ്യം ഒരു ജനതാ പാർട്ടിയെ കൊണ്ടുവന്നു, പിന്നെ VP സിംഗിനെ കൊണ്ടുവന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പിന്തുണ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് CPM-നെ ഒന്നും ബോധിപ്പിക്കാനില്ല. നിങ്ങൾ പ്രകടനപരതയും അത്തരത്തിലുള്ള പീസ് അല്ലെ ഏതെങ്കിലും തരത്തിൽ പ്രകടനപരമായി ഞങ്ങളാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ. പക്ഷെ നിങ്ങളുടെ അന്തർധാര വ്യക്തമാണ്. BJP-യും CPM-ഉം തമ്മിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകച്ചവടം വ്യക്തമാണ്. കേരളത്തിലെ CPM-നെ അഴിമതി കേസിൽ നിന്ന് രക്ഷിക്കുന്ന ആരാ? BJP അല്ലേ? പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് കേസ്, മാസപ്പടി കേസ്, ഇതൊക്കെ തന്നെ BJP-യുടെ അദൃശ്യമായ സംരക്ഷണം ഉള്ളതുകൊണ്ടല്ലേ. ശരി, ശങ്കുട്ടിദാസ്, ഇപ്പോൾ BJP-ക്ക് ഇത്തവണ കേരളത്തിൽ അനുകൂലമായി എന്ത് ഘടകങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? മോദി വരുന്നു, മോദി വന്നു, 3 മാസത്തിനിടയ്ക്ക് 4ാമത്തെ തവണ വന്നിരിക്കുന്നു, പത്തനംതിട്ടയിൽ പ്രചാരണം തുടങ്ങുന്നു എന്നൊക്കെ പറയാം. പക്ഷേ കഴിഞ്ഞ തവണയും മോദി വന്നിട്ടുണ്ട്, എണ്ണം ഇത്രയില്ലെങ്കിലും. അപ്പോൾ അതൊരു പ്രധാന ഘടകമാകുമെന്ന് എങ്ങനെ വാദിക്കാനാകും? മറ്റൊന്ന്, ശബരിമല പോലുള്ളൊരു സുവർണാവസരം കഴിഞ്ഞ തവണയുണ്ടായിരുന്നു, പക്ഷേ അത് ഗുണം ചെയ്തത് കോൺഗ്രസിനാണ്. ഇത്തവണ അങ്ങനെ ഒരു വിഷയവുമില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. BJP-ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ട്രാക്ക് റെക്കോർഡാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് എന്ത് വികസനമാണ്, എന്ത് മാറ്റമാണ് ഞങ്ങൾ ചെയ്തത് എന്നതാണ് സാധാരണ വോട്ടർമാർക്ക് മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ എന്ത് കാര്യത്തിലാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വ്യക്തവും നല്ലതുമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്, രാജ്യത്തെ അടുത്ത 5 കൊല്ലമോ 10 കൊല്ലമോ നയിക്കാനുള്ളൊരു വിഷൻ ഞങ്ങൾക്കുണ്ട് എന്നുള്ള പേരിലാണോ? അല്ല, അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല. അവരുടെ ആകെ വാഗ്ദാനം BJP-യെ മറ്റവരെക്കാൾ നന്നായി എതിർക്കുന്നത് ഞങ്ങളാണെന്നുള്ളതാണ്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് അവരുടെ ഉള്ളത്. RSS-നെ എതിർക്കാൻ, BJP-യെ എതിർക്കാൻ, കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളെ മുഴുവൻ അൺഡു ചെയ്യാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണം. ആരാണ് BJP-യെ കൂടുതൽ നന്നായി എതിർത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിലാണ് ഇവർ തമ്മിൽ മത്സരം പോലും. അതല്ലാതെ ഒരു സംഘടന എന്ന രീതിയിലോ ഒരു മുന്നണി എന്ന രീതിയിലോ ഒരു നേതൃത്വം എന്ന രീതിയിലോ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒന്നും മുന്നോട്ട് വെക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനമായിട്ട് പറയുമ്പോൾ ഒരു വശത്ത് വികസന നേട്ടം പറയുന്നു, മറുവശത്ത് നിങ്ങൾ വർഗീയതയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാദമാണല്ലോ. അവിടെ രാമക്ഷേത്രം നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാകുന്നു. ഇപ്പോൾ ആകട്ടെ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ രാമക്ഷേത്രം കൊണ്ട് പോരാ എന്നതുകൊണ്ടായിരിക്കാം CAA വീണ്ടും ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ നേട്ടം കൊയ്യാമെന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് കേരളത്തിൽ നടപ്പാകില്ല എന്ന് കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കേണ്ടി വരില്ലേ? നോക്കൂ, ഒന്ന് രാമക്ഷേത്രമായിക്കോട്ടെ CAA ആയിക്കോട്ടെ, ഇത് രണ്ടും വർഗീയമായിട്ടുള്ള വിഷയങ്ങളാണെന്നുള്ളത് അങ്ങയുടെ മുൻവിധിയാണ്, അങ്ങയുടെ ആരോപണമാണ്. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. രാമക്ഷേത്രം കേന്ദ്ര സർക്കാരല്ല നിർമ്മിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ പറയുമ്പോൾ അവിടെ പണിയാനുള്ള പള്ളിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യമായ ബോധ്യവും അതിനെക്കുറിച്ചുള്ള വിശദീകരണവും നൽകേണ്ടതുണ്ടല്ലോ. രാമക്ഷേത്രം വളരെ വേഗത്തിൽ പൂർത്തിയാവുകയും പള്ളി പണിയാനുള്ള സ്ഥലം അവിടെ ഇങ്ങനെ കിടക്കുകയുമാണ്. അപ്പോൾ അതിലും കേന്ദ്ര സർക്കാരിന് തുല്യമായ ഉത്തരവാദിത്തമാണല്ലോ ഉള്ളത്.
നിങ്ങളുടെ ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? നോക്കൂ, രാമക്ഷേത്രം നിർമ്മിക്കാൻ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ന്യാസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റിനെ ചുമതലപ്പെടുത്തി. ആ ട്രസ്റ്റ് ആ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയി വേഗത്തിൽ പണി പൂർത്തീകരിച്ചു. ഈ പള്ളി നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിനെയാണ് ചുമതലപ്പെടുത്തിയത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനകളെ തന്നെയാണ് അതിനുവേണ്ടി ട്രസ്റ്റിന്റെ കാര്യങ്ങൾ ട്രസ്റ്റിനെ വിടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോയി മോദി പ്രധാനപ്പെട്ട പൂജാരിയായത്? എന്തിനാണ് മോദി കർമ്മങ്ങൾ നിർവഹിച്ചത്? എന്തിനാണ് രാമക്ഷേത്രം പ്രധാന വിഷയമാക്കി ഉന്നയിക്കുന്നത്? അത് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് RSS തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? എന്തിനാണ് ഇപ്പോൾ അതിലൊരു ഒളിച്ചുകളി? ശങ്കുട്ടി ദാസ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. അതിലൊരു ഒളിച്ചുകളിയില്ല. ശ്രീമതി സ്മൃതി, നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അത് അവസാനിപ്പിക്കും. നിങ്ങൾ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉത്തരം പറയാനുള്ള അവസരം കൂടി വേണ്ടേ? രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വർഗീയ വിഷയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രാമക്ഷേത്രം ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന BJP 1989 പാലംപൂർ റെസൊല്യൂഷനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും ആരായുന്നു. നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ മൂവ്മെന്റിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. LK അദ്വാനിയുടെ നേതൃത്വത്തിലാണ് രാമക്ഷേത്രത്തിന് വേണ്ടി രഥയാത്ര നടന്നിട്ടുള്ളത്. BJP രാമക്ഷേത്രം ഞങ്ങളുടെ അജണ്ടയില്ലാതെ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്താൻ അതിന്റെ ചുമതലപ്പെട്ട ട്രസ്റ്റ് നരേന്ദ്രമോദിയാണ് ക്ഷണിച്ചത്. അവരുടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥിയായിട്ട് അത് ചെയ്യാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. 1951 സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അന്ന് പ്രാണപ്രതിഷ്ഠ നടത്താൻ രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചത്. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ ആ പ്രാണപ്രതിഷ്ഠ? രാമക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ രാമക്ഷേത്രവും CAAയും വരുമ്പോൾ അത് ഇവിടെ എങ്ങനെ വോട്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ രാമക്ഷേത്രമോ CIAയോ അല്ലല്ലോ കേരളത്തിൽ പറയുന്നത്. ഞങ്ങൾ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ എന്താണ് കഴിഞ്ഞ 10 വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു സമയത്ത് ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഈ രാജ്യം ഇന്ന് വരെ കാണാത്ത അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു പരിണാമം കൊണ്ടുവന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ലോകത്തിലെ 10ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു രാജ്യമെങ്കിൽ ഫ്രജൈൽ 5 എക്കോണമി എന്ന് പറയപ്പെട്ടിരുന്ന ദുർബലമായിട്ടുള്ള എക്കോണമികളിൽ ഗണിക്കപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ എക്കോണമിയെങ്കിൽ ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ബ്രിട്ടനെ പോലും മറികടന്നുകൊണ്ട് 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി. അടുത്ത ടേമിൽ 3ാമത്തെ ടേമിൽ രാജ്യത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യം നിങ്ങൾ എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ എങ്ങനെയാണ് 93,000 കിലോമീറ്റർ റോഡ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ 1.5 ലക്ഷം കിലോമീറ്റർ നാഷണൽ ഹൈവേകൾ ഉണ്ടായത്? എങ്ങനെയാണ് 14 കിലോമീറ്റർ പെർ ഡേ നാഷണൽ ഹൈവേ വികസനം നടത്തിയ രാജ്യം ഇന്ന് 28 കിലോമീറ്റർ പെർ ഡേ നാഷണൽ ഹൈവേ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് 74 എയർപോർട്ട് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്ന് 148 എയർപോർട്ടുകൾ ഉണ്ടായത്? ഈ തുടങ്ങിയിട്ട് ഏത് മേഖലയിലും ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു ഭാഗത്തുണ്ട്. അതേ സമയത്ത് തന്നെ ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് നിങ്ങളിപ്പോൾ രാമക്ഷേത്രത്തെയും അല്ലെങ്കിൽ സെങ്കോലിനെയും ഒക്കെ വർഗീയത എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നതെങ്കിൽ ഞങ്ങളത് ഈ രാജ്യത്തിന്റെ തനതായിട്ടുള്ള പാരമ്പര്യം അതിന്റെ കേരളത്തിൽ നിങ്ങൾ ഉന്നയിക്കുക വികസന നേട്ടങ്ങളാണ്, 10 വർഷത്തെ വികസന നേട്ടങ്ങളാണെന്ന്. ഞാൻ അൻവർ ഷാ പാലോടിലേക്ക് പോകുന്നു. അൻവർ ഷാ പാലോട് ഞാൻ അതിലേക്ക് ഒറ്റ ഉത്തരം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മാത്രമേ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ളൂ, ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 7 പതിറ്റാണ്ടുകളുടെ വികസന ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാണ് ഞങ്ങൾ ചെയ്തത്. കഴിഞ്ഞ 70 വർഷങ്ങൾ കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകളെ തിരുത്തുകയാണ് നമ്മൾ ചെയ്തത്. ഈ രാജ്യത്തെ സെൽഫ് കോൺഫിഡൻസ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത്. ഇനിയുള്ള അടുത്ത 5 വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത ഒരു പതിറ്റാണ്ടിൽ നമ്മൾ ഈ രാജ്യത്തിനുള്ള അടുത്ത 1000 വർഷത്തേക്കുള്ള റോഡ് മാപ്പ് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ആ പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ തിരിയുന്നത്. അതാണ് രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയം. രണ്ടാമത്, ഒരു മുന്നണി എന്നുള്ള രീതിയിലോ ഒരു സംഘടന എന്ന രീതിയിലോ BJPയോട് താരതമ്യം ചെയ്യാവുന്ന ഒരു മുന്നണിയോ ഒരു സംഘടനയോ എതിർവശത്തില്ല. ഒരു നേതാവ് എന്ന രീതിയിൽ നരേന്ദ്രമോദിയോട് താരതമ്യം ചെയ്യാവുന്ന ഒരു നേതാവോ ഒന്നിലധികം നേതാക്കന്മാരോ ഈ പറയുന്ന INDA അലയൻസിൽ ഒന്നുമില്ല. BJPയിലും മറ്റു നേതാക്കളില്ല. അതുകൊണ്ട് മോദിയെ തന്നെ എല്ലായിടത്തും എല്ലാ റാലിയിലും എല്ലാ സ്ഥലത്തേക്കും പ്രചാരണത്തിന് മോദിയെ തന്നെ കൊണ്ടുപോകുന്നു. മോദി എന്ന ഒറ്റ നേതാവിൽ ഒതുങ്ങുകയാണ്. അതാണ് BJPയെ സംബന്ധിച്ചുള്ള വിഷയം. അല്ല, പ്രചാരണത്തിൽ മോദിയാണല്ലോ അല്ലല്ല, മോദിയുടെ ഗ്യാരണ്ടിയാണല്ലോ, മോദിയുടെ മാത്രം ഗ്യാരണ്ടിയാണല്ലോ. അല്ലാതെ NDA സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ലല്ലോ, മോദിയുടെ ഗ്യാരണ്ടിയാണല്ലോ. മോദിയുടെ ഗ്യാരണ്ടി അത് മോദി തന്നെ പറയുകയാണല്ലോ. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ
നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടി മോഡി അല്ലാണ്ട് പിന്നെ യോഗി ആദിത്യനാഥിനെയാണോ മുന്നോട്ട് വെക്കേണ്ടത്? ബി ജെ പിയിൽ എന്താണ് ഇഷ്ടം പോലെ നിരവധി നേതാക്കന്മാരുണ്ട്. അമിത്ഷാ ഉണ്ട്, JP നഡ്ഡ ഉണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ എന്താ പറയാ സ്മൃതി ഇറാനി ഉണ്ട്, അങ്ങനെ നിർമ്മല സീതാരാമൻ പക്ഷേ നിങ്ങൾക്ക് ഒരൊറ്റ മുഖമേ ചൂണ്ടിക്കാണിക്കാനുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ വരാം ശ്രീ അൻവിഷ പാലോട്. LDFനെ സംബന്ധിച്ച് ഈ കേരളത്തിൽ നമ്മളിപ്പോൾ കേരളത്തിലേക്കാണ് ചർച്ച കൊണ്ടുവരുന്നത്. കേരളത്തിൽ എന്താണ് എത്ര സീറ്റ് നേടും എന്നുള്ളൊരു കണക്ക് പറയുന്നുണ്ട്. കാരണം സുധാകരൻ 20-ൽ 20 എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. നിങ്ങളാണെങ്കിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നത് നിങ്ങളാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ അതേസമയം നിങ്ങൾക്കിടയിൽ അന്തർധാരയുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ടും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 തവണയായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്നു. അധികാരത്തിലിരുന്നതിന് ശേഷം ഈ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങളാണ് കൊണ്ടുവന്നതെന്നും എന്തൊക്കെ വെൽഫെയർ പൊളിറ്റിക്സ് ആണ് കൊണ്ടുവന്നതെന്നും ഒക്കെ നേരത്തെ BJPയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞങ്ങൾ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് എങ്കിൽ എന്തിനാണ് ഇത്രയും കാലമായിട്ടും ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുമായിട്ട് മാത്രം ഈ സർക്കാർ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം വേറൊന്നും പറയാനില്ല, വേറൊന്നും ചെയ്യാനില്ല. എൻ്റെയും സ്മൃതിയുടെയും ലിജുവിൻ്റെയും ഒക്കെ തന്നെ ജീവിതത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമുണ്ടായി? 50 രൂപയിൽ കിടന്ന പെട്രോൾ 100 രൂപയായി, ഗ്യാസിൻ്റെ വില, യൂറിയ അതായത് സാധാരണ കർഷകർക്ക് 2000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫാക്ടംബോസ് ഇപ്പോൾ 6000 രൂപ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയായിരുന്നു. 2003-ൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന 3 സംസ്ഥാനങ്ങൾ. ആ 3 സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ. ഈ 3 സംസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചത് BJPയാണ് 2003-ൽ. പക്ഷേ 2004-ൽ നടന്ന തെരഞ്ഞെടുപ്പോ BJP ഇന്ത്യയിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് അടൽ ബിഹാരി വാജ്പേയി, അന്ന് നരേന്ദ്രമോദിയെ പോലെ തന്നെയുള്ള ഒരു നേതാവായിരുന്നു വാജ്പേയി, എല്ലാവർക്കും ഇതുപോലെ സ്വീകാര്യനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കുറേ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നേതാവൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന രീതിയിൽ 2004-ൽ അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 20-ൽ 19 സീറ്റുമായിട്ട് അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ബംഗാളിൽ, അതോടൊപ്പം തന്നെ ത്രിപുരയിൽ, ആന്ധ്രാപ്രദേശിൽ എന്ന് വേണ്ട ഇന്ത്യയിലെ ഒട്ടുമിക്കുള്ള സംസ്ഥാനങ്ങളിലും BJPക്കെതിരായിട്ടുള്ള വലിയ വിധിയെഴുത്തുണ്ടാകുന്നു. കേരളത്തിലും ഇടതുപക്ഷത്തോടൊപ്പം ചിന്തിക്കുന്നു. അത് തന്നെയാണ് ഈ വരുന്ന 2024-ലും ചിന്തിക്കുന്നത്. കാരണം 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് 19 പേര് UDFൽ നിന്ന് വിജയിപ്പിച്ചു. പിന്നീട് ഒരാൾ LDFന്റെ ഭാഗമാവുന്നു. ഈ പറയുന്ന സ്മൃതി ഇവിടെ പറഞ്ഞ KPCC പ്രസിഡന്റ്, അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ എത്ര പങ്കെടുത്തിട്ടുണ്ട്? നിങ്ങളുടെ കണക്ക് തന്നെ വന്നിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ എത്ര ശതമാനം ഹാജരുണ്ട്? ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ലോക്സഭാ MP ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം കേരളത്തിന് വേണ്ടി എത്ര സംസാരിച്ചു? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ എത്ര തവണ സംസാരിച്ചു? ഏതൊക്കെ നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തു? ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ തിരിച്ചറിയും. ഇനി പൗരത്വ നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് പറയുന്നത് എന്താണ്? ഇതൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചുമ്മാ ഗിമ്മിക്ക് പറയുന്നതാണ്, ഇത് നടപ്പിലാക്കുന്ന സാധനമാണ്. ഇത് BJPക്ക് ഒരു പടി മുന്നോട്ട് വെച്ച് കൊടുക്കുന്ന പ്രസ്താവനകളാണ് ഇവരുടെ BJPയെ പ്രധാനപ്പെട്ട എതിരാളിയായി കാണുന്നു. BJPയെ എതിർക്കുന്നത് CPM ആണെന്ന വാദം സമ്മതിക്കാം. പക്ഷേ കേരളത്തിൽ പ്രധാനപ്പെട്ട എതിരാളി BJP ആണ് എന്ന മട്ടിൽ LDF കൺവീനർ തന്നെ നടത്തിയ പ്രതികരണങ്ങൾ, അത് മുഖ്യമന്ത്രിക്ക് നിഷേധിക്കേണ്ടി വന്നു, പാർട്ടി അധ്യക്ഷന് നിഷേധിക്കേണ്ടി വന്നു, പാർട്ടി സെക്രട്ടറിക്ക് നിഷേധിക്കേണ്ടി വന്നു. അപ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് LDF കൺവീനർ അങ്ങനെ പറഞ്ഞത്? 5 ഇടത്തെങ്കിലും BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് പറയുകയും ഈ 5 എന്ന കണക്കിലേക്കൊക്കെ CPM ആ രൂപത്തിൽ വരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം എല്ലായിടത്തും ഉണ്ട് എന്ന രൂപത്തിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്നത് ആരാണ്? അൻവർ ഷാ പാലോട്.
അല്ല, ഇത് LDFന്റെ കൺവീനർ രാജ്യത്തിൻ്റെ മൊത്തം തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ BJP ആണല്ലോ പ്രധാനപ്പെട്ട എതിരാളി. ആ പ്രധാനപ്പെട്ട എതിരാളിയെ ആരാണ് ഏറ്റവും കൂടുതൽ ചെറുക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് BJP മുഖ്യ എതിരാളിയാണെന്ന് പറഞ്ഞത്. കേരളത്തിലെ 5 മണ്ഡലങ്ങളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ്, അല്ലല്ല 5 മണ്ഡലങ്ങളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് LDF കൺവീനർ പറഞ്ഞത്. ഇപ്പോൾ മാറ്റി പറയുന്നു. അതിന് കെ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു, അതും കണ്ടോ? അല്ല സ്മൃതി, അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള അഭിപ്രായമാണെന്നേ അദ്ദേഹം എന്താണ് ഈ പറയുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അതിന് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പറയുന്നു. ഇപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ BJP മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ UDF നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ആദ്യം അത് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് അദ്ദേഹം പറയുന്നു. 6 മണ്ഡലങ്ങളിലെങ്കിലും 2ാം സ്ഥാനത്ത് BJP എത്തുമെന്ന് പറയുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. അപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് LDF കൺവീനർക്ക് അങ്ങനെയൊരു തോന്നലുണ്ടായത്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഇനി കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയേ എനിക്ക് ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ. EP ജയരാജൻ സഖാവ് ഉദ്ദേശിച്ചത് ഈ പറയുന്ന രീതിയിൽ എന്താണ്, കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്പേസിലേക്ക് വരാൻ ശ്രമിക്കുന്നത് BJP ആണ്. അപ്പോ ആ രീതിയിലൊക്കെ ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിർവീര്യമായി കൊണ്ടല്ലോ, അത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് എന്നതുകൊണ്ടാണോ കോൺഗ്രസ് ദുർബലമായി എന്ന് പറയുന്നത്? സ്മൃതി ഒന്ന് അങ്ങനെയല്ല സ്മൃതി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കാർ CPM-ൽ നിന്നാണോ അതോ കോൺഗ്രസിൽ നിന്നാണോ എന്ന് ചിന്തിച്ചാൽ മതി സ്മൃതി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇവർ അധികാരത്തിലിരിക്കെ വളരെ ഞാൻ പറഞ്ഞുതരാന്നേ. ഇവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന പത്മിനി തോമസ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് കോൺഗ്രസിന്റെ. വെറുതെ സാധാരണ എന്താണ് ഏതെങ്കിലും ഒരു ആളിനെയാണോ ഇവർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആക്കി വെക്കുന്ന? 2 DCC സെക്രട്ടറിമാരൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ പ്രാദേശികമായിട്ട് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. എന്തിന് കഴിഞ്ഞ ദിവസം പത്മജ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്താണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുകിയെത്തുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന രീതിയിൽ എന്താണ് തകരാൻ സ്വന്തമായിട്ട് നിന്നു കൊടുക്കുകയാണ്. എന്നാ ഞങ്ങൾ തകരാൻ നിൽക്കുന്നു, നിങ്ങൾ BJP കയറി വാ എന്ന് പറയുമ്പോൾ സഖാവ് EP ജയരാജൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. നിലവിലെ സാഹചര്യത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിൽ തന്നെയാണ് മണ്ഡലം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. പാർട്ടി സെക്രട്ടറിയും തള്ളി, EP ഇന്നിപ്പോൾ സ്വയം തള്ളി. അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. തിരിച്ചെത്താം, ലിജുവിൽ നിന്ന് പ്രതികരണം തേടണം. ഈ കാര്യത്തിൽ കോൺഗ്രസിൽ നിന്നാണല്ലോ BJPയിലേക്ക് ഒഴുക്ക് എന്ന കാര്യത്തിലും മറുപടി പറയേണ്ടതുണ്ട്. ആരോടാണ് യഥാർത്ഥ പോരാട്ടം എന്നും അറിയേണ്ടതുണ്ട്. ലിജു, ഇതാണിപ്പോൾ BJP ആയാലും ഇപ്പോൾ CPM ആയാലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായി തന്നെ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ മാത്രം സംഭവിക്കുന്നു, കേരളത്തിൽ ഒന്ന് എനിക്ക് തോന്നുന്നു BJPക്കും CPM-നും മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന് BJPയുടെ ഈ സാമ്പത്തിക അവകാശവാദങ്ങളുടെ പൊള്ളത്തരം രാജ്യത്ത് അവരുടെ ധവളപത്രത്തിലൂടെ തന്നെ വ്യക്തമായതാണ്. രാജ്യത്ത് ധവളപത്രം അവർ പുറത്തിറക്കിയപ്പോൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും ഒരു വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. ഇപ്പോൾ സാമ്പത്തിക വളർച്ച എന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോൾ ഏറ്റവും ഫ്രജൈലായ ഒരു എക്കോണമി ആയിരുന്നു ഇന്ത്യൻ എക്കോണമി എന്നാണ് BJPയുടെ അവകാശവാദം 2014 ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ. അത് തന്നെ പച്ച നുണയാണ്. UPA സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് തുല്യം നിൽക്കാവുന്ന ഒന്ന് BJPക്ക് ഇപ്പോഴും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. 34 കോടി മനുഷ്യനാണെന്ന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് പോയത്. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു.
സാമ്പത്തികമായി അല്ലെങ്കിൽ പട്ടിണിയിൽ കിടന്ന മനുഷ്യരെ ദാരിദ്ര്യരേഖയിൽ നിന്ന് ഉയർത്തി. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലെ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് വിത്തൗട്ട് എംപ്ലോയ്മെന്റ് ആണ്. രാജ്യത്തെ 45 വർഷക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുടെ രാജ്യം കടന്നു പോകുക. എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ സ്മൃതി? രാജ്യത്തെ കുട്ടികൾക്ക് ആർക്കെങ്കിലും തൊഴിലുണ്ടോ? ഇപ്പൊ കേരളത്തിൽ അതിന് ഉദാഹരണം എടുക്കാം. എവിടെയാണ് എംപ്ലോയ്മെന്റ്? നാട്ടിലൂടെ തൊഴിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആളുകൾ ഇവിടെ നിൽക്കാതെ വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് രാജ്യത്താകമാനം സ്ഥിതിയാണ്. എംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നു. മാനുഫാക്ചറിംഗ് സെക്ടർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ്. ഇവരെ പണപ്പെരുപ്പം വെച്ച് ഇപ്പൊ പണത്തിന്റെ തുകയ്ക്കപ്പുറത്ത് രാജ്യത്തുണ്ടായിരിക്കുന്ന പണപ്പെരുപ്പവും അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റവും ഒക്കെ തന്നെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം 400 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഗ്യാസിന്റെ വില ഇന്ന് 1200 രൂപയാണ്. ഇതാണ് പൊതുസ്ഥിതി. പിന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളും കള്ളങ്ങളും നമുക്കറിയാം. ഇതെല്ലാം ഈ 2004 ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിന് തുല്യം നിൽക്കാവുന്ന ഒരു സാഹചര്യമാണ്. 2004 നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തം വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 2004 ഇത്രമാത്രം കോർപ്പറേറ്റുകൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇവരുടെ ഗുണഭോക്താക്കളായിരിക്കുന്ന അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്കൊപ്പമുണ്ട്. ഇവർ കുറച്ചുകൂടെ ശാസ്ത്രീയമായ രാജ്യത്തെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഇവരുടെ നിയന്ത്രണത്തിലാക്കുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്കറിയാം. ഇപ്പൊ കോൺഗ്രസ് കൊടുത്തൊരു പരാതിയുണ്ട്. ഇന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാം വാട്സാപ്പിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവര് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ വാട്സാപ്പ് ഉപഭോക്താക്കളിൽ നിന്നും ഒരു പർട്ടിക്കുലർ വാട്സാപ്പ് നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ദുരുപയോഗമാണ് ചിന്തിക്കണം. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ മെറ്റയ്ക്ക് ഇന്ന് കോൺഗ്രസ് അതിന്റെ പരാതി നൽകിയിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷക്കാലം രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കിയ, എംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമാക്കിയ, രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് പ്രത്യേകിച്ച് ശൂന്യതയിൽ ഉയർന്നു വന്ന അദാനിമാരെ പോലെയുള്ളവർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകിയ, അതിന്റെ ബെനിഫിറ്റ് ഏറ്റെടുത്ത, ഇപ്പൊ തന്നെ ഇലക്ട്രൽ ബോണ്ടിലൂടെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രായിരം കോടി രൂപയാണ് വ്യാജ കമ്പനികളുടെ പേരിലുമൊക്കെ വാങ്ങി ഇവരെടുത്തിരിക്കുന്നത്. നിരവധി കോൺട്രാക്റ്റുകൾ ഇവരെ ED മുഖാന്തരം ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ മലീമസമാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് BJPക്കുള്ള മറുപടി. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. രാജ്യത്ത് 35ഓളം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, ഇവിടുത്തെ പെട്രോളിയം ഏരിയാസ്, ഇതൊക്കെ തന്നെ നിങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് മറിച്ചു കൊടുത്ത് അതിന്റെ എല്ലാം കമ്മീഷൻ വാങ്ങി ആ പണം ഉപയോഗിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന ജനാധിപത്യത്തിന്റെ ശത്രുക്കളാണ് നിങ്ങൾ. ഒന്നാമത്തെ കാര്യം അതാണ്. എന്നിട്ടും ഇവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് വീണ്ടും വർഗീയതയും മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് CPMനുള്ള മറുപടി. ഇപ്പൊ CPM വക്താവിന്റെ മറുപടിയിൽ തന്നെ കാര്യം വെച്ചില്ല. അദ്ദേഹം അങ്ങ് ഉരുണ്ട് കളിക്കുകയാണ്. നിങ്ങളുടെ ഈ LDF കൺവീനറായിരിക്കുന്ന EP ജയരാജന് BJPയോട് കമ്മിറ്റ്മെന്റ് എങ്ങനെ തോന്നാതിരിക്കും? അദ്ദേഹം നേരത്തെ ഇവിടെ ഇവരിപ്പോ എല്ലാം ഭാര്യമാരുടെ പെൻഷൻ കാശ്, ഇവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് മോക്കി IT കമ്പനി തുടങ്ങുന്നത് ഭാര്യയുടെ പെൻഷൻ കാശാണ്. കണ്ണൂരിൽ റിസോർട്ട് തുടങ്ങിയാലും അതും എല്ലാം പെൻഷൻ പൈസയാണ്. അവിടെ വൈദേഹി എന്നൊരു റിസോർട്ട് ഉണ്ടായിരുന്നു EP ജയരാജന്. ആ റിസോർട്ട് വാങ്ങിയത് ആരാണ്? രാജീവ് ചന്ദ്രശേഖറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് ആ റിസോർട്ട് വാങ്ങിയത്. അപ്പൊ അല്ലേ വൈദേഹം. അപ്പൊ വൈദേഹം വാങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നല്ല കാൻഡിഡേറ്റ് അല്ല എന്ന് ജയരാജന് പറയാൻ സാധിക്കുമോ? ലജ്ജയുണ്ടോ ഞാൻ ചോദിക്കണം. 5 BJP സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്ന് LDF കൺവീനർ പറഞ്ഞിട്ടും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നതിന്റെ കാരണം എന്താ? അദ്ദേഹത്തെക്കാൾ വലിയ സംഘപരിവാർ ഭക്തനാണ് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ലൈഫ് കേസിലും ഈ കർത്തയുടെ മാസപ്പടി കേസിലും മുഖ്യമന്ത്രിയും കുടുംബവും രക്ഷപ്പെട്ട് നിൽക്കുന്നത് BJPയുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഇപ്പൊ ഏതാണ്ട് ഒരു DCC സെക്രട്ടറി, കോൺഗ്രസിന് 142 D സെക്രട്ടറിമാരുണ്ട് തിരുവനന്തപുരത്ത്. അതിൽ ഏതോ 2 പേർ, ആരൊക്കെയോ ഏതാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പത്മിനി തോമസ് ഏഷ്യാഡിൽ പങ്കെടുത്ത ഒരു അത്ലറ്റാണ്. കോൺഗ്രസ് ഒരു അത്ലറ്റിനെ സ്പോർട്സ് കൗൺസിൽ സ്ഥാനത്തിരുത്തി. അവരിപ്പോ പുതിയ മേച്ചിൽപ്പുറത്തിൽ പോയി. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ തരത്തിൽ മാത്രം കണ്ടാൽ മതി. എന്നാൽ CPM ഇന്ന് പോയവരാരൊക്കെയാണ്? രാജ്യത്തെ CPMന്റെ പശ്ചിമ ബംഗാളിലെ മുഴുവൻ ഘടകവും പോയി. ത്രിപുരയിലെ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ പോയി. ഗഗൻ മർമു തുടങ്ങിയ CPM MLA-മാർ MLA ആയിരിക്കുമ്പോൾ തന്നെ BJPയുടെ MP ആയിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ. ഞാൻ പറയട്ടെ, തീർച്ചയായും മക്കൾ രാഷ്ട്രീയം എന്നത് തന്നെ യഥാർത്ഥത്തിൽ മക്കൾ ഞാൻ പറയാം. പിന്നെ അതെ വലിയ ആളുകളാണ്. AP അബ്ദുള്ളക്കുട്ടി CPMന്റെ അവിടുത്തെ കണ്ണൂരിന്റെ MP ആയിരുന്ന ആളായിരുന്നു. കേരളത്തിൽ വിശ്വനാഥ മേനോൻ ധനകാര്യമന്ത്രിയായിരുന്ന ആളായിരുന്നു.
അൽഫോൺസ് കണ്ണന്താനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM-ന്റെ പിന്തുണയോട് ജയിച്ച MLA ആയിരുന്നു. അപ്പോഴാണ് പത്മജയുടെ അനിൽ ആന്റണിയുടെയും കാര്യം. പിതാക്കന്മാരുടെ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് അത്തരത്തിൽ ആളുകളെ അളക്കാൻ ശ്രമിക്കരുത്. അത്തരത്തിലുള്ള വലിയൊന്നും ഞങ്ങൾ അത്തരത്തിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ദോഷവും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രാജ്യത്താകമാനം BJP-യുടെ അധാർമിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രലോഭനങ്ങളിൽപ്പെട്ടും അത്തരത്തിലും കൊണ്ടുപോകുന്ന ആളുകളുടെ കണക്കെടുക്കുമ്പോൾ അത് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ പാർട്ടി കുറച്ചുകൂടെ വലിയ പാർട്ടിയായിട്ട് കുറച്ചുകൂടെ ആളുകൾ പോകുന്നു. എന്നാൽ CPM അതിൽ നിന്ന് മുക്തമാണോ? പശ്ചിമ ബംഗാളിലെ എത്ര സിറ്റിംഗ് MLA-മാർ, ജ്യോതിർമയ് സിക്ദറിനെ പോലെയുള്ള മുൻ MP-മാർ, അങ്ങനെ ഒരു വലിയ പട്ടിക തന്നെ. ത്രിപുരയിലേക്ക് പശ്ചിമ ബംഗാളിലെ പാർട്ടി ഘടകങ്ങൾ തന്നെ BJP ആയി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പ്രവണതയെ എതിർക്കുന്നതിന് പകരം അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞ് കോൺഗ്രസ് തകരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ അർഹിക്കുന്ന രീതിയിൽ ഞങ്ങളതിനെ മാറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്മൃതി, രാജ്യത്ത് മതേതരത്വം വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിൽ അത് കോൺഗ്രസിന് മാത്രമേ പറ്റൂ. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിനെ കുറിച്ചൊക്കെ ഇവിടെ CPM വക്താവ് പറയുന്നത്, ഞാൻ ഇന്ത്യയിലെ CPM MP-മാരുടെ പെർഫോമൻസ് നിങ്ങൾ അത്യാവശ്യം യൂട്യൂബിലൊക്കെ ഇപ്പം ലഭ്യമാണ്. നിങ്ങളുടെ CPM MP-മാരുടെ പ്രസംഗങ്ങൾ ഞാൻ അവരെയൊന്നും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ ഈ കേരള സമൂഹത്തെ അപമാനിതരാക്കുന്ന നിരവധി പെർഫോമൻസുകൾ അവിടെയുണ്ട്. അവിടെയാണ് രാഹുൽ ഗാന്ധി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങൾ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരായി, അദാനിക്കെതിരെ അദ്ദേഹം സംസാരിച്ചത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചത്, അത് ഇന്ത്യയിലെ തെരുവുകളിലും അത് കാണാൻ സാധിക്കും. അപ്പൊ ആ പാർലമെന്ററി പെർഫോമൻസും ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയൊക്കെ ആക്ഷേപിച്ചിട്ട് പകരം കനലൊരു തരിയും രാജ്യസഭയിലെ CPM നേതാക്കന്മാരുടെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ മറുപടി പോലും അർഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് എനിക്കതിൽ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയാത്തത്. അപ്പൊ അത് സമൂഹം തീരുമാനിക്കട്ടെ. ശങ്കുട്ടിദാസ്, ഇപ്പോൾ കോൺഗ്രസ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ അന്തർധാരയിൽ ഇപ്പോൾ EP-യുടെ പ്രതികരണം വന്നതിന് ശേഷം പറഞ്ഞതും നേരത്തെ പറഞ്ഞുകൊണ്ടിട്ടുള്ള കാര്യം, ഈ സ്വർണ്ണക്കടത്ത്, കരുവന്നൂർ, ഇപ്പോൾ SFI അന്വേഷണം, ഇതൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വേഗത്തിൽ നീങ്ങും, പ്രത്യേക ഘട്ടത്തിൽ അത് അങ്ങ് നിന്നു പോകും. ഇപ്പോൾ നിന്നു പോകുന്ന അവസ്ഥയിലാണ്. അത് നിങ്ങൾക്കിടയിലുള്ള അന്തർധാര കാരണമാണെന്ന് പറയുന്നു. ഈ അന്വേഷണമൊക്കെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ പറയാൻ കഴിയുമോ ശങ്കുട്ടിദാസിന്? നമുക്ക് ഈ അന്വേഷണമൊന്നും BJP എന്ന് പറയുന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തുന്നതല്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്നതാണ്. ഈ പറയുന്ന SFIയുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ, അതിനു മുമ്പ് നടന്നിട്ടുള്ള ഇൻകം ടാക്സിന്റെ റെയ്ഡ് ആയിക്കോട്ടെ, ഇതൊന്നും കോൺഗ്രസിന്റെ ആവശ്യാർത്ഥം ഉണ്ടായിട്ടുള്ളതായിരുന്നില്ല. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായിട്ട് അവരുടെ റഡാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കാലികമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വയമേവ എടുത്തിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇവിടെ ഈ പറയുന്ന കമ്പനീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഇവർക്കെതിരെ നടക്കുന്നു എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ ഒരാൾ ഹർജി കൊടുത്തപ്പോൾ കേരള ഹൈക്കോടതിയിൽ വന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് സ്വയമേവയാണ് അറിയിച്ചത്, ഞങ്ങൾ SFIയുടെ ഇൻവെസ്റ്റിഗേഷൻ ഈ കാലഘട്ടം മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്ന്. 2017-18 കാലഘട്ടം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയവരായിരുന്നു. ഈ പറയുന്ന സ്വർണ്ണക്കടത്തിന്റെ കേസിലാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും പുറത്തു പോലും വരാതിരിക്കുമായിരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം BJP കൊണ്ടുവരുമ്പോൾ ഇതിലെല്ലാം ഇത്രയും കാലം മൗനാനുവാദം കൊടുത്തിട്ട് ഇതിൽ പാർട്ടിയായിരുന്ന ആളുകൾ, ഇപ്പൊ കരിമണൽ കർത്തയുടെ പറ്റുബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കാശ് കിട്ടിയിട്ടുള്ള ആളുകളിൽ PVയും മാത്രമല്ലല്ലോ ഉള്ളത്, OCയും RCയും EKയും ഒക്കെ ഉണ്ടല്ലോ, PKയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ എല്ലാ കള്ളക്കച്ചവടത്തിനും കൂട്ടുനിന്നിരുന്ന, ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും തയ്യാറാവാതിരുന്നിരുന്ന, അതിൽ സാങ്കേതികമായിട്ടുള്ള നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് പുറകോട്ട് നിന്നിരുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ നടപടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ അന്തർധാരയാണെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത്? EP ജയരാജന്റെ പ്രസ്താവന ഏതെങ്കിലും നിലയിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ട് വന്നതല്ല. കാര്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന യാഥാർത്ഥ്യബോധമുള്ള ഏതൊരാളും പറയുന്ന കാര്യമാണ്. ഈ പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വളരെ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട്, ദൗർബല്യം കൊണ്ട് അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് വരുന്നേ പറയാൻ സാധിച്ചുള്ളൂ. അതല്ലെങ്കിൽ അവർ 1ാം സ്ഥാനത്ത് തന്നെ വരേണ്ടവരാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലെ സ്ഥാനാർത്ഥി V മുരളീധരൻ, തൃശ്ശൂർ സുരേഷ് ഗോപി, ഈ സ്ഥാനാർത്ഥികളെല്ലാം വളരെ കരുത്തരാണെന്നത് യാഥാർത്ഥ്യബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് പറയാൻ അന്തർധാര വേണോ? ഇത് പറയാൻ സാമാന്യമായിട്ടുള്ള ബോധം പോലെ മനുഷ്യന്മാർക്ക്. അപ്പോ ഈ കാര്യങ്ങളൊന്നും അന്തർധാരയുടെ ചിഹ്നമല്ല. മുഖ്യമന്ത്രിക്കുമില്ല, പാർട്ടി സെക്രട്ടറിക്കുമില്ല, ആ സാമാന്യബോധം EP-ക്ക് മാത്രമെന്നാണ്. EP ജയരാജൻ അദ്ദേഹത്തിന്റെ ഒരു നൈസർഗികമായിട്ടുള്ള സത്യസന്ധത കൊണ്ട് അത് പറഞ്ഞു. ആ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് ദോഷം ചെയ്യും എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അദ്ദേഹത്തെ തിരുത്തി. അത് തനിക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അത് തിരുത്തി. ആദ്യം ഒരു ഇന്റർവ്യൂവിൽ വളരെ
എന്താണ് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നിടയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സത്യം തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ നിങ്ങൾ ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്ററോടോ ഈ ക്യാമറയുടെ ഒന്നും പരിപാലനവും അകമ്പടിയൊന്നും ഇല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ പറയുമായിരിക്കും സത്യമായിട്ട് 5 സീറ്റുകളിൽ, ചിലപ്പോൾ ലിജു പറയുമായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസിലെ ഏതെങ്കിലും ആളുകൾ പറയുമായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പറയുന്ന 5 മണ്ഡലങ്ങളല്ല, കേരളത്തിൽ 6-7 മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ വലിയ ബാറ്റിൽ കാഴ്ചവെക്കാൻ കരുത്തുള്ള. കോഴിക്കോട് എം ടി രമേശിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു വോട്ട് വിഹിതം കൂട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ കേരളത്തിൽ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യവും അതായിരുന്നു. അല്ല, കേരളത്തിൽ ജയിക്കാൻ എന്താണ് പ്രത്യേകിച്ച് കാരണം വേണ്ടത്? ഒരു പാർട്ടി 10 വർഷം നല്ല പ്രവർത്തനം നടത്തി, നല്ല വികസനം നടത്തി, നല്ല ജനോപകാര പദ്ധതികൾ നടത്തിയാൽ അത് ജയിക്കാൻ ഒരു കാരണമല്ലേ? കേരളത്തിൽ ജയിക്കാൻ പ്രത്യേകമായിട്ടുള്ളൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പൂർത്തീകരിച്ചു കൊള്ളണം. ആ കാര്യത്തിൽ ചില ആളുകൾക്ക് വിപ്രതിപത്തി ഉണ്ടാവരുത്. ഈ പറയുന്ന നമ്മൾ ജനറലി പറയുന്ന ഇക്വേഷൻസിനൊന്നും വിരുദ്ധമായി വരരുത് എന്ന് നമ്മൾ ചാട്ടി പിടിക്കുന്നത് എന്തിനാ? മലയാളി വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവർക്ക് ഡെവലപ്മെന്റിന് വോട്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു കാരണം മതി ബി.ജെ.പിയുടെ കേരളത്തിൽ ബി.ജെ.പിക്ക് ഡെവലപ്മെന്റ് ആണ് പറയാനുള്ളത്. അത് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ അന്വേഷ പാലോട്, ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് എന്ന അഭിപ്രായം അന്വേഷ പാലോടിനുണ്ടോ? സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് ആദ്യമേ വരാം. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതി ശ്രീ ലിജു പറഞ്ഞിട്ടുള്ള കുറച്ച് ആരോപണങ്ങളുണ്ട്, അതിന് മറുപടി കൊടുക്കണം. പിന്നെ ശങ്കൂട്ടി ദാസിനോട് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഒന്നും കൂടി പറയാനുള്ളത്, കേരളത്തിൽ ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ LDFും UDFും തമ്മിലുള്ള മത്സരമാണ് എന്ന് അദ്ദേഹത്തെ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ഒരു കാര്യവും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശ്ശൂരിലാകട്ടെ തിരുവനന്തപുരത്താകട്ടെ നിങ്ങൾ ജയിക്കാനേ പോകുന്നില്ല. കേരളത്തിൽ സുരേഷ് ഗോപിക്ക് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കാം, അപ്പോഴും കേരളത്തിൽ പരാജയമായിരിക്കും. അടുത്ത വരുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇനിയും മത്സരിക്കുക, അപ്പോഴും പരാജയമായിരിക്കും. കേരളത്തിലെ ജനങ്ങൾ ഒരു വർഗീയവാദികൾക്കും ഒരു മതപരമായി മനുഷ്യരെ വിഭജിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഭജിക്കുന്നവർക്ക് വോട്ട് കൊടുക്കില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് ആണ്. ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് ആണെങ്കിൽ കേരളത്തിൽ നിങ്ങളിങ്ങനെ ഈ പറയുന്ന രീതിയിൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇറങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റേത് ഗണപതി മിത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇറങ്ങില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്ന മതവും ജാതിയുമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും, നിങ്ങളെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. ഇനി സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ അന്വേഷണ ഏജൻസികൾ നമ്മൾ കണ്ടല്ലോ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ എത്രത്തോളം ഏജൻസികൾ വന്നു, അതോടൊപ്പം തന്നെ ഏജൻസികൾ എടുത്ത നിലപാട് എന്താണ്, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തല്ലോ. ഒന്ന്, രാഷ്ട്രീയപരമായി ജനങ്ങളുടെ മുന്നിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും LDFും കൃത്യമായ വിശ്വാസ്യത തെളിയിച്ചു. 2, ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും ഈ നിയമപരമായി അവർ അന്വേഷിച്ചല്ലോ. എന്നിട്ട് എന്ത് കിട്ടി? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണത്തെ പറ്റി അദ്ദേഹത്തിനോ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അതെ, വരട്ടെ, അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുകയല്ലേ, ആ സമയത്ത് ഞാൻ മറുപടി പറയാം. ഇപ്പോൾ എവിടെ എത്തിയിട്ടില്ലല്ലോ, ഈ കാര്യം ഇങ്ങനെ തന്നെ പോട്ടെ. ഏതെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നോ? കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ തലത്തിൽ തന്നെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും കൃത്യമായി വേട്ടയാടപ്പെടുന്നുണ്ട്. CPMന് കൃത്യമായ നിലപാടുണ്ട്, BJP മുന്നേ അത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കാതിരിക്കണമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെ ഈ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇനി ശ്രീ ലിജു ഇവിടെ നേരത്തെ കുറെ നാളുകളായിട്ട് ഈ അന്വേഷണ ഏജൻസികളുടെ കാര്യം ചോദിക്കുന്നത് ഏത് കേസുകളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ കരുവന്നൂർ അടക്കമുള്ള സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളുടെ കാര്യത്തിൽ ചോദിച്ചപ്പോഴാണ് ശങ്കുട്ടി ദാസ് അങ്ങനെ പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്, എടുത്തു ചോദിച്ചത് അതുകൊണ്ടാണ്. അല്ല, ഈ അന്വേഷണ ഏജൻസികൾ അവർ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം CPMനെ സംബന്ധിച്ചും CPMന്റെ നേതാക്കന്മാർക്കും ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല.
അവരൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വളർന്നവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മാധ്യമ വേട്ടയ്ക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ വേട്ടയാടലിനും എന്താണ് ആ പരീക്ഷണങ്ങളെ വിജയിച്ച് ഇന്ന് നിയമസഭയിലും അതോടൊപ്പം തന്നെ പാർലമെന്റിലൊക്കെ എത്തി നിൽക്കുന്ന നേതാക്കന്മാർ CPM-ന്റെ നേതാക്കന്മാരാണ്. ഇനി ലിജു പറഞ്ഞ ആരോപണങ്ങൾക്ക് അദ്ദേഹം ഈ കുറെ നാളുകളായിട്ട് ലാവ്ലിൻ കേസിനെ പറ്റിയൊക്കെ പറയാനുള്ളൂ. 2 കോടതി അത് തോട്ടിൽ കളഞ്ഞ കേസാണ് എന്ന് നമ്മൾ ആലോചിക്കുക. കേരള ഹൈക്കോടതി എന്താണ് ഈ പറയുന്ന രീതിയിൽ അത് ക്ലീൻ ചീറ്റ് നൽകിയ കേസാണ്. അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. അതൊക്കെ മറ്റുള്ള നിയമ നടപടി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് ഈ പറയുന്ന എത്രയോ നാളുകളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അല്ലെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രമോദിയായിട്ടൊക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയാൻ ഇവർ ശ്രമിക്കുകയില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ MP ആന്റോ ആന്റണി MP-യുടെ അടുത്ത് NIA ബില്ലുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ അന്ന് പാർലമെന്റിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? ആ സമയത്ത് കേരളത്തിൽ നിന്ന് നേരത്തെ കളിയാക്കിയ ഒരു കനൽ ഒരു തരി എന്ന് ഇവർ കളിയാക്കുന്നുണ്ടല്ലോ, ആ MP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നിയമത്തിനെതിരെ വോട്ട് ചെയ്യാൻ. അപ്പോൾ കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കറിയാം, കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർക്കറിയാം ആരാണ് ഇന്ന് നരേന്ദ്രമോദിക്കെതിരെയും BJP-ക്കെതിരെയും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായും നിയമപരമായും ഇപ്പോ കേരളത്തെ നല്ല രീതിയിൽ പിടിച്ചു മുറുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് പാർലമെന്റിന്റെ മുന്നിൽ പോയി സമരം ചെയ്തത് ആരാണ്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും MLA-മാരുമാണ്. കർണാടക സർക്കാരിനെ എന്താണ് സമാന മനസ്കരമായിട്ട് എന്താണ് കൂട്ടിയോജിപ്പിച്ച് പ്രക്ഷോഭം നടത്തിയതാരാ? കേരളത്തിലെ ഇടതുപക്ഷമാണ്. അപ്പോ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ പറയുന്ന ലിജുവിന്റെ പാർട്ടിയൊക്കെ ലിജു അതൊരു പ്രധാനപ്പെട്ട വിഷയമായി CPM-ഉം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ടല്ലോ, ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ചില മാസത്തേക്കുള്ള കണക്കുകൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട വിഷയമായിരുന്ന റബ്ബർ വില അത് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുമെന്ന് കരുതിയ 2 വിഷയങ്ങളിൽ സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്ത് തീരുമാനം സ്മൃതി? കഴിഞ്ഞ 8 മാസക്കാലമായി പെൻഷൻ കൊടുക്കാനുണ്ട്. പെൻഷൻ കൊടുക്കാത്തതിന്റെ കാരണം എന്താ? ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ്. നമ്മുടെ സംസ്ഥാനത്ത് പിരിച്ചെടുക്കേണ്ട ടാക്സുകൾ, വൻകിടക്കാരിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട ടാക്സുകൾ പിരിച്ചെടുക്കുന്നില്ല. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2, എക്സ്ട്രാ ബജറ്റിലായി ഓഫ് ബജറ്റായി ഇവർ എടുത്തു കൂട്ടിയ കടം, അത് കിഫ്ബിയുടെ കാര്യത്തിലാണെങ്കിലും പെൻഷൻ വിതരണം നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്പനിയുടെ പേരിലാണെങ്കിൽ ഇവർ എടുത്തു കൂട്ടിയ കടം എല്ലാ കടമെടുപ്പ് പരിധികളെയും ലംഘിച്ചുകൊണ്ടാണ്, കേരളത്തെ കടക്കണിയിലാക്കിക്കൊണ്ടാണ്. 1.5 ലക്ഷം ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം 1.5 ലക്ഷം കോടി രൂപയുടെ കടമായിരുന്നെങ്കിൽ 4.5 ലക്ഷത്തിലെത്തി കടം. ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. ഇതൊരു താൽക്കാലികമായ ഇത് മാത്രമാണ്. KSRTC പ്രശ്നം നമ്മൾ കാണുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് പെൻഷൻ കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് ശമ്പളം കൊടുക്കും. ഈ ഗവൺമെന്റും ഇവരുടെ നയവുമാണ് തുടരുന്നതെങ്കിൽ കേരളത്തിൽ ഇതുപോലെ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പൊ 8 മാസമാണെങ്കിൽ ഇനി 10 മാസമാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, ശമ്പളവും പെൻഷനും എന്നത് വാവിനും സംക്രാന്തിക്കുമായി മാറും. അത്തരത്തിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇവരുടെ നമ്മുടെ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായി ഇലക്ഷൻ എടുക്കുമ്പോൾ പണ്ട് കിറ്റ് കൊടുത്തൊന്നുമില്ലല്ലോ. ഇപ്പൊ റേഷൻ കടയിൽ വിതരണം പോലുമില്ല, സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് സബ്സിഡി പോലുമില്ല, GRNL പോലും പ്രതിഷേധിക്കേണ്ടി വരുന്നു. അപ്പൊ സമാനമായ ഒരു സാഹചര്യം ഇവരുടെ ഭരണം തുടർന്ന കേരളത്തിൽ ഉണ്ടാകുന്ന സംശയമൊന്നും വേണ്ട. പിന്നെ പാർലമെന്റിലെ പെർഫോമൻസിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് ഇവരുടെ ഒരാളിന്റെ എടുത്തു പറയത്തക്ക ഒരു വാക്ക് ഇവർക്കൊന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? വസ്തുനിഷ്ഠമായി എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ശശി തരൂരും ശ്രീ NK പ്രേമചന്ദ്രനും ശ്രീ KC വേണുഗോപാലും ഒക്കെ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾക്ക് തുല്യം നിൽക്കാവുന്ന, താരതമ്യം ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു പാർലമെന്ററി പെർഫോമൻസ് നമുക്ക് ഇവർക്ക് കാണാൻ സാധിക്കും? വളരെ പതറ്റിക് ആയിരുന്നില്ലേ പാർലമെന്റ് ഇവരുടെ പെർഫോമൻസ്? NIA ബില്ലിന്റെ കാര്യം പറയുന്നു. വസ്തുതയ്ക്ക് ആകെ ഒരു NIA എന്നത് കോൺഗ്രസിന്റെ ആ ഒരു വിഷയത്തിൽ നിലപാട് കൃത്യമായി നേരത്തെ NIA ബില്ല് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി രൂപീകരിക്കണമെന്നത് കോൺഗ്രസ് ആണ്. ഞങ്ങൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം, കാരണം തീവ്രവാദമുള്ള രാഷ്ട്രമാണ്. അത് ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടാണ് ഞങ്ങളുടെ നിലപാട്. അത് ദുരുപയോഗം ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. എന്നതിന്റെ അർത്ഥം ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വേണ്ടെന്നല്ല. അതാണ് അതിന്റെ വിഷയം. ആ ബില്ലിനെ സംബന്ധിച്ച് കോൺഗ്രസ് എടുത്ത നിലപാട് അതിന്റെ തെറ്റായ വകുപ്പുകളോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും NIA നിയമം രാജ്യത്തുണ്ടാകണമെന്ന് തന്നെ ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമവും
അതുപോലെ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായ നിയമങ്ങളിലും കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, കോൺഗ്രസ് നേതാക്കന്മാർ പാർലമെന്റ് നടത്തിയ വസ്തുനിഷ്ഠമായ പ്രസംഗങ്ങൾ, അവരുടെ ഇടപെടലുകൾ, അതുമായി ഞാൻ പറഞ്ഞില്ലേ വളരെ ഹാസ്യാത്മകമായ രീതിയിൽ പാർലമെന്റിന്റെ മിനിമം നിലവാരത്തിനോട് പെർഫോമൻസ് ആയിരുന്നു പല CPM എംപിമാരുടെയും നിലപാടെന്നുള്ള കാര്യങ്ങളാണ് സത്യം. ഈ പൗരത്വ ഭേദഗതിയുമായിട്ട് എന്താണ് നിലപാടെന്ന് പറഞ്ഞാൽ പത്രം വായിക്കുകയും അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായോ? താങ്കൾക്ക് ഇടക്കേറി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, കേരളത്തിലെ PC പ്രസിഡന്റും PCC പ്രതിപക്ഷ നേതാവും ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതെന്തും കേട്ടിട്ടും ഇത്രയും നേരം കേട്ടില്ല. മഹാഭാരതം മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടും പിന്നെ അർജുനൻ എന്ന് പറയുന്നത് ദുശാസനന്റെ അമ്മാവനാണെന്ന് പറയുന്ന രീതിയിലുള്ള വർത്തമാനമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത്തരം നിലവാരമില്ലാത്ത ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടിയില്ല. ബഹുമാനായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ് ഇന്ന് ചോദിച്ച കുറെ നുണകൾ, CAA എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്നൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുക. പിന്നെ ശശി തരൂരും പ്രേമചന്ദ്രനും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാർ നടത്തിയ എഴുതി കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉപദേശികൾ എഴുതി നിങ്ങളുടെ ഒരുമിച്ചാണല്ലോ നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് നടത്തിയത്. നിങ്ങളുമായിട്ട് എന്തിനു നടത്തണം? നിങ്ങളുമായിട്ട് എന്തിനു നടത്തണം? നടത്തണം. BJPയുടെ ഒരു B ടീമുമായി പിണറായി വിജയന്റെ ഒന്ന് സ്മൃതി ഇദ്ദേഹത്തിന് മറുപടി പറയുകയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത്തരം രീതിയിലുള്ള നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ പറയുന്ന കേൾക്കുക. ഒന്നുകിൽ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, ഇദ്ദേഹത്തിന് മൈക്ക് ഓഫ് ചെയ്യണം. ഒന്നുകിൽ അല്ല, അതേ മറുപടി എനിക്ക് അത്തരത്തിൽ സംവാദത്തിന്റെ മിനിമം മര്യാദകൾ അറിയാവുന്ന പറഞ്ഞു. വെറുതെ വേളം വെക്കാതെ സമയം തരാം. ലിജു പറയൂ. ഞാൻ പറഞ്ഞ മനസ്സിലായ സ്മൃതി. ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ആളുടെ മൈക്ക് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ആളുകളെ പിടിച്ചിരുത്തരുത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഉൾപ്പെടെ CAAക്ക് വിരുദ്ധ സമരം നടത്തി രാജ്ഭവന് മുമ്പിൽ സമരം നടത്തിയ KPC ഭാരവാഹികൾക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തു കഴിഞ്ഞ ദിവസം. എന്നിട്ടും CPM പ്രതിയോഗിക്കുക. നിങ്ങൾക്ക് എന്താ നിലപാട്? ഞങ്ങളുടെ നിലപാട് പിന്നെ മറുപടി പോലും അർഹിക്കാത്ത ഇത്തരം ചോദ്യങ്ങൾ, എനിക്കതാ ഞാൻ പറയുള്ളൂ, മറുപടി പോലും അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയേണ്ട ഇത്തരം ചോദ്യങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? ഇന്നലെ കേസെടുത്തിരിക്കുക ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഈ രാജ്യത്ത് BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന പ്രസ്ഥാനം മാത്രമാണ്. ഞാൻ മറുപടി പറയട്ടെ, സമയമാണ് മിസ്റ്റർ ലിജു. സമയം കഴിയാണ്, പറഞ്ഞോളൂ. അല്ല, ഇത് അതായത് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇവരുടെ കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവർക്ക് ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇല്ല. കേരളത്തിലെ KPCC പ്രസിഡന്റിന് പ്രതികരിക്കേണ്ടി വരുന്നതിന്റെ സാഹചര്യം ഇവിടത്തെ ഈ പറയുന്ന കമ്മ്യൂണൽ ബാലൻസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ എന്താണ് വ്യക്തിപരമായിട്ട് ഇടയ്ക്ക് കയറി സംസാരിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിന്റെ നിയമസഭയിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നല്ലോ, ഞങ്ങൾ LDF ഒരു പ്രമേയം പാസ്സാക്കുന്നു, അതിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. കേരളത്തിന്റെ നിയമസഭയിൽ ഈ പറയുന്ന രീതിയിൽ പ്രമേയം പാസ്സാക്കുന്നതിൽ LDF UDF സംയുക്തമായിട്ടല്ലേ? പക്ഷേ ഒരു പ്രതിഷേധത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലുള്ള LDF നമുക്കൊരു പ്രതിഷേധം, ഇത് കോമൺ ആയിട്ട് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഈ പറയുന്ന ബാധിക്കുന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് ചെയ്യാം? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ, ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. ഇലക്ഷൻ എടുക്കുകയാണല്ലോ. അതെ. അപ്പൊ പ്രശ്നം അല്ലെ, ഇവരുടെ പ്രശ്നം ഈ പറയുന്ന അല്ലെ, മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവരുടെ ഷമാ മുഹമ്മദ് മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഞങ്ങൾക്ക് കേരളത്തിലുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് ഇന്ത്യയിലുള്ള 80% ഹിന്ദുക്കളുടെ വോട്ടും അല്ലെങ്കിൽ ഹിന്ദുത്വ വോട്ടും, നമുക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇവരുടെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് താൽക്കാലികമായിട്ട് BJPയുടെ B ടീം ആവാൻ ശ്രമിക്കുന്നതാണ്. ഈ ഉത്തരേന്ത്യയിലെ ആൾക്കാർക്കറിയാം ഏറ്റവും നല്ല ഹിന്ദു ആരാണ് എന്നുള്ളത്. അവർ അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ എത്രയോ നാളുകളായി കോൺഗ്രസിനെ അവർ ഒഴിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. BJPക്കെതിരെ ഇവർക്ക് പോരാടാനായിട്ടുള്ള ആർക്കാണ് വോട്ട് വീഴുക നമുക്ക് നോക്കാം. നമുക്ക് വരും ദിവസങ്ങളും ചർച്ച ചെയ്യാമല്ലോ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി മീറ്റ് എഡിറ്റേഴ്സ്. ഡിബേറ്റ്
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.